മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമാണ് ജോസഫൈൻ. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ എത്തിയതിനു ശേഷം താരത്തിന് ആരാധകർ വർദ്ധിച്ചു എന്ന് വേണം പറയാൻ. ഇപ്പോഴിതാ അത്തരത്തിൽ ബിഗ് ബോസിൽ തന്നെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാൾ തനിക്ക് വേണ്ടി വലിയ ഒരു ഗിഫ്റ്റ് തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. തൻ്റെ ഷോപ്പ് ഉദ്ഘാടനത്തിന് താൻ ആ കുട്ടിയും വിളിച്ചിട്ടുണ്ടായിരുന്നു. വളരെ മുമ്പ് തന്നെ തനിക്ക് വേണ്ടി വീഡിയോ പങ്കുവയ്ക്കുകയും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും തനിക്ക് വേണ്ടി ഓരോ പേജിലൂടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയും ചെയ്തൊരു കുട്ടിയാണ്. ഞാൻ അപ്പോഴേ ആ കുട്ടിയോട് പറഞ്ഞിരുന്നു, നമ്മളെയൊന്നും ആർക്കും വേണ്ട, അതുകൊണ്ട് മോക്ക് റീച്ച് കിട്ടണമെങ്കിൽ വേറെ ആളുകളെ വെച്ച് ചെയ്യൂ എന്നൊക്കെ. എന്നിട്ടും ആ കുട്ടി എനിക്ക് വേണ്ടിയാണ് വീഡിയോസ് എല്ലാം ചെയ്തിരുന്നത്. ഇപ്പോഴിതാ ഞാൻ ക്ഷണിച്ചിട്ട് എൻ്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ എനിക്ക് വേണ്ടി ഒരു സമ്മാനം നൽകിയിരുന്നു. അതാണ് എനിക്കിപ്പോൾ ഏറ്റവും വേദന നൽകുന്നത്. എനിക്ക് ഒരു സ്വർണ്ണ കമ്മലാണ് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ സ്വർണത്തിൻ്റെ വില അറിയാം. വളരെ കൊച്ചുകുട്ടിയാണ് ആ പെൺകുട്ടി. ആ പെൺകുട്ടി ഇന്ന് എനിക്ക് വേണ്ടി ഇത് തന്നിട്ടുണ്ടെങ്കിൽ എത്രമാത്രം സ്നേഹമാണ് ആ കുഞ്ഞിന് എന്നോടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനം എനിക്ക് വേണമായിരുന്നോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോകുന്നു. എങ്ങനെയാണ് ഞാൻ ആ കുട്ടിയോട് സംസാരിക്കേണ്ടതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും അന്താളിച്ച് നിൽക്കുകയാണ്. ആരാണ് ഇപ്പോൾ ജോസഫൈന് ഇങ്ങനൊരു കമ്മൽ നൽകിയത് എന്നറിയില്ല. പക്ഷെ ആര് തന്നെയായാലും അതൊരു യഥാർത്ഥ സ്നേഹമാണ് എന്ന് മനസ്സിലായി. മാധ്യമങ്ങളോട് സംസാരിക്കുന്ന തിരക്കിൽ ജോസഫൈൻ്റെ അടുത്ത് വന്ന് പെട്ടെന്ന് സംസാരിച്ചിട്ട് പോവുകയായിരുന്നു ആ കുട്ടി. മാധ്യമങ്ങളെല്ലാം പോയതിന് ശേഷമാണ് ആ കുട്ടി വന്നതും. മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് സംസാരിക്കാനോ വീഡിയോയിൽ വരാനോ താല്പര്യമില്ല. അതുകൊണ്ടാണ് ആ കുട്ടിയുടെ പേര് ഞാൻ പറയാത്തതെന്ന് ജോസഫൈൻ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു സ്നേഹം ലഭിക്കുന്നത്. എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു വരുന്നതൊക്കെ ഞാൻ എല്ലാം സ്നേഹത്തോടെ കാണാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്വർണത്തിൻ്റെ പേരിലും ഇത്രയും വിലപിടിപ്പുള്ളതിൻ്റെ പേരിലുമൊക്കെ എനിക്ക് സമ്മാനം ലഭിക്കുന്നത്. അത് കണ്ടപ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു. എനിക്കിങ്ങനെ വിലപിടിപ്പുള്ള സമ്മാനം തരാനുള്ള ആരാധകരൊക്കെ ഉണ്ടോ എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. ബിഗ് ബോസിൽ നിന്ന് ഞാൻ ആദ്യം നേടിയത് കുറേയധികം ഹെയ്റ്റാണ്. ബിഗ് ബോസ് വന്നതോടെ തന്നെ എൻ്റെ ആരാധകരിൽ പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബിന്നിയെ ഇഷ്ടമായിരുന്നു എന്നും ബിഗ് ബോസിൽ പോയപ്പോൾ എന്നാൽ ഞങ്ങൾക്ക് ബിന്നിയെ ഇഷ്ടമല്ലാതായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും അയക്കുകയും അതൊക്കെ ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ബിഗ് ബോസിലൂടെ കൂടുതലും ഇഷ്ടപ്പെട്ടവർ വളരെ കുറവാണ്. അതിലൊരാളാണ് ഈ കുട്ടി. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും മോശപ്പെട്ട സമയത്ത് എന്നോടൊപ്പം തന്നെ നിന്നൊരു കുട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഉദ്ഘാടന ദിവസവും വളരെയധികം എല്ലാവരെയും ക്ഷണിച്ചപ്പോൾ ആ കുട്ടിയെ ഞാൻ ക്ഷണിച്ചത്. എനിക്കൊരിക്കലും ആ കുട്ടിയെ മറന്നു നിൽക്കാനാകില്ല. കാരണം എൻ്റെ ഏറ്റവും മോശം സമയത്ത് എനിക്ക് ആരും ഇല്ലാതിരുന്ന സമയത്ത് ആ കുട്ടി തന്നെയായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത് എന്ന് പറയണം. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടിയെക്കുറിച്ച് ഞാൻ ഇത്രമാത്രം ഓർത്തിരിക്കുന്നത്. എന്നാൽ ആ കുട്ടി ഇത്രമാത്രം ഒരു ഗിഫ്റ്റ് എനിക്ക് തരുമെന്ന് ഞാൻ കരുതിയില്ല. ജോലിയുണ്ട്, വളരെ ചെറിയ കുട്ടിയാണ്, എന്നിട്ടും ഇത്രയും വിലമതിക്കുന്ന ഒരു സമ്മാനം എനിക്ക് തരുമ്പോൾ മോളെ നീ ഒന്നും ചിന്തിച്ചില്ലായിരുന്നോ എന്നാണ് ബിന്നി ചോദിക്കുന്നത്. എല്ലാവർക്കും പല രീതിയിലാണ് സ്നേഹമൊക്കെ തന്നെയും പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം ഉണ്ടാവുക. ബിന്നി എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ജോസഫ് ബിന്നി സെബാസ്റ്റ്യനെ പറയാനുള്ളത് ഈ സ്നേഹത്തിൻ്റെ കഥ തന്നെയാണ്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇപ്പോൾ ഇത് കാണുന്നുണ്ട്. ബിന്നി അത് അംഗീകരിക്കണം. ബിന്നിക്ക് വേണ്ടിയാണ് ആ കുട്ടി അത് ചെയ്തത്. അത് വളരെയധികം നല്ല കാര്യമാണ്. പ്രേക്ഷകർ ഇത് അംഗീകരിക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.